ജസ്റ്റ് ഈശോയെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ച് ഒരു ഫ്യൂ സെക്കൻഡ്സ് മതിയായിരിക്കില്ലേ ഈശോ എന്ന് മനസ്സിൽ ധ്യാനിച്ച് ഏറ്റവും നിഷ്കളങ്കതയോടെ നമുക്കിത് ലോജിക്കിലേക്ക് ചിന്തിച്ചാൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറ്റുമോ? ചുമ്മാ ഒരു 5 മിനിറ്റത്തേക്ക് ലോജിക്കൊക്കെ മാറ്റി വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് ഈശോയോടൊന്ന് പറ, ഈശോയെ ഞാൻ നിന്റേതാണ്. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറ, ഞാൻ ഈശോയുടേതാണ്. നിങ്ങൾ തിരിച്ചത് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുക, നീ എന്റേതാണ്. അമ്മത്രേസ്യ പറഞ്ഞു, ഞാൻ ഈശോയുടെ തെരേസയാണ്. ഈശോ തിരിച്ചു പറഞ്ഞു, ഞാൻ തെരേസയുടെ ഈശോയാണ്. നമുക്ക് വളർന്നെത്തേണ്ട വലിയൊരു ആത്മീയത എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മൊമെന്റാണ്. നിങ്ങൾ മുറിയിലോ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴോ, നിങ്ങൾ ഒരു യാത്രയിലായിരിക്കുമ്പോഴോ, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോഴോ, നിങ്ങൾ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴോ, നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴോ, നിങ്ങൾ വളരെ ഉല്ലസിച്ച് ആനന്ദിക്കുമ്പോഴോ ഇത് കേൾക്കാൻ പറ്റട്ടെ, നീ എന്റേതാടാ, നീ എന്റേതാടി എന്ന് ഈശോ പറയുന്നത് കേൾക്കാൻ പറ്റട്ടെ. ആ സ്നേഹത്തിൽ നമ്മളെ തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഒരുപാട് തിരക്കുകള്, പാപങ്ങള്, പ്രലോഭനങ്ങള്, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വരുന്ന വിളികളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചില സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. പഴയ കാലത്ത് നമ്മൾ ചെയ്തു കൂടി ചില പൊട്ടത്തരങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ ചെയ്തു പോയി, ഇന്ന് ചെയ്തു പോയി ഒരു പാപം ഇങ്ങനെ, കാരണം നിങ്ങളിങ്ങനെ കുത്തി നോവിക്കുന്നുണ്ടാവും. അവിടെ നിൽക്കട്ടെ, ഈശോ അവിടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ബാക്കി സാധനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ്ലീഹ എഴുതി വെക്കുന്നില്ലേ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായം 38-39 വാക്യങ്ങളിൽ, കഴിഞ്ഞ കാലത്തിനോ വരാനിരിക്കുന്നവർക്കോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നിനും ഈശോയിലുള്ള എന്റെ സ്നേഹത്തെ വേർപെടുത്താൻ പറ്റത്തില്ല. ഈശോയിൽ നിന്ന് തന്നെ ഈശോ എന്റേതാണെന്നും ഞാൻ ഈശോയുടേതാണെന്നുള്ള ആ ഒരു സ്പിരിച്വൽ ഗ്രേറ്റ്നെസ് നിന്ന് എന്നെ എടുത്ത് മാറ്റാൻ പറ്റത്തില്ലെന്ന്